ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ 400-ാം വാർഷികം കുരിശിന്റെ വഴിയുടെ 14 പുതിയ ഛായാചിത്രങ്ങൾ വിശ്വാസികൾക്കായി തുറന്നു നൽകി. കുരിശിന്റെ വഴിയുടെ 14 പുതിയ ഛായാചിത്രങ്ങൾ കർദിനാൾ മൗറോ ഗാംബർട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വിസ് കലാകാരനായ മാനുവൽ ആൻഡ്രസ് ഡ്യൂർ തയ്യാറാക്കിയ 14 ഛായാചിത്രങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം അപേക്ഷകരിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന മത്സരത്തിലൂടെയാണ് 36-കാരനായ ഡ്യൂറിന്റെ ചിത്രങ്ങൾ വത്തിക്കാൻ തിരഞ്ഞെടുത്തത്. ബസിലിക്കയിലെ മാർബിളുകളുടെയും ശില്പങ്ങളുടെയും നിറങ്ങളോടും അന്തരീക്ഷത്തോടും പൂർണ്ണമായും ഇണങ്ങി നിൽക്കുന്ന വിധത്തിലാണ് ഈ ചിത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നത് ഇതിൻ്റെ വലിയൊരു സവിശേഷതയാണ്. ക്ലാസിക്കൽ ശൈലിയും ആധുനിക കലയുടെ ലാളിത്യവും സമന്വയിപ്പിക്കുന്ന ഈ ചിത്രങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും അതീവ ഹൃദയസ്പർശിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നോമ്പുകാലത്ത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സന്ദർശിക്കുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് പ്രാർത്ഥിക്കുവാനും യേശുവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിക്കുവാനുമുള്ള ഒരു പുതിയ ആത്മീയ ഇടം ഇതിലൂടെ ഒരുങ്ങുകയാണ്. 1626-ൽ അർബൻ 8-ാമൻ മാർപ്പാപ്പ പണികഴിപ്പിച്ച ബസിലിക്കയുടെ 400 വർഷത്തെ മഹത്തായ ചരിത്രത്തെയും പാരമ്പര്യത്തെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കാനാണ് ഈ സംരംഭത്തിലൂടെ വത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. നവംബർ 18-ന് നടക്കുന്ന വലിയ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ആത്മീയ പരിപാടികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ നോമ്പുകാലം മുഴുവൻ വിശ്വാസികൾക്ക് പുതിയ കുരിശിന്റെ വഴിയിൽ പങ്കുചേരാനുള്ള സൗകര്യം ബസിലിക്കയിൽ ഒരുക്കിയിട്ടുണ്ട്. ലിയോ 14-ാമൻ പാപ്പയുടെ പുതിയ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറങ്ങി. ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെ ആദ്യ പൂർണ്ണരൂപത്തിലുള്ള പുസ്തകമായ പീസ് ബി വിത്ത് യുമായി വേർഡ്സ് ടു ദ ചർച്ച് ആൻഡ് ടു ദ വേൾഡ് ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറങ്ങി. ഹാർപ്പർ 1 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് മുതൽ വിവിധ അവസരങ്ങളിൽ പാപ്പ നൽകിയ പ്രധാന സന്ദേശങ്ങളും പ്രഭാഷണങ്ങളുമാണിത്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് പാപ്പ ആദ്യം പറഞ്ഞ സമാധാനം നിങ്ങളോടുകൂടി എന്ന വാക്കുകളെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ പുസ്തകത്തിന് ആമുഖം നൽകിയിരിക്കുന്നത്. സമാധാനം എന്നത് കേവലം യുദ്ധമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ഈ സമാധാന സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും രാഷ്ട്രീയങ്ങളിലും ലോകം മുഴുവനിലും മുഴങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആമുഖത്തിൽ പാപ്പ പറയുന്നു. വത്തിക്കാനും മൈക്രോസോഫ്റ്റും ചേർന്ന് പുതിയ ഡിജിറ്റൽ ഫോണ്ട് പുറത്തിറക്കി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പണികഴിപ്പിച്ചതിന്റെ 400-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വത്തിക്കാനും മൈക്രോസോഫ്റ്റും ചേർന്ന് മിഷൽ ഏഞ്ചൽസ് എന്ന പേരിൽ പുതിയ ഡിജിറ്റൽ ഫോണ്ട് പുറത്തിറക്കിയത്. ലോകപ്രശസ്ത കലാകാരൻ മൈക്കലാഞ്ചലോയുടെ യഥാർത്ഥ കൈപ്പടയെ ആസ്പദമാക്കിയാണ് ഈ ഫോണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈക്കലാഞ്ചലോ എഴുതിയ ആയിരക്കണക്കിന് കത്തുകളും കുറിപ്പുകളും രേഖാചിത്രങ്ങളും പരിശോധിച്ചാണ് ഇറ്റാലിയൻ ഡിസൈൻ സ്റ്റുഡിയോസായ സ്റ്റുഡിയോ ഗുസാത്തോ ഈ ഫോണ്ട് തയ്യാറാക്കിയത്. മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് പുറത്തിറക്കിയ ഈ ഫോണ്ട് ഉടൻ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജുകളിൽ ലഭ്യമാകും. ഇതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് തങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ മൈക്കലാഞ്ചലോയുടെ തനിമയുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. 1626-ൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക പണികഴിപ്പിച്ചതിന്റെ 400-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഡിജിറ്റൽ നവീകരണമാണിത്. ബസിലിക്ക സന്ദർശിക്കുന്നവരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സ്മാർട്ട് പാസ് എന്ന പേരിൽ പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനവും വത്തിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസിലിക്കയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ 60ഓളം ഭാഷകളിൽ തത്സമയം കേൾക്കുവാൻ സാധിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമും വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. വത്തിക്കാനിൽ നോമ്പുകാല ധ്യാനത്തിന് തുടക്കമായി. ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെയും വത്തിക്കാൻ കൂരിയയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഈ വർഷത്തെ നോമ്പുകാല ധ്യാനത്തിന് തുടക്കമായി. ഫെബ്രുവരി 22 ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ വത്തിക്കാനിലെ അപ്പസ്തോലിക പാലസിലുള്ള പൗളിൻ ചാപ്പലിലാണ് ധ്യാനം ആരംഭിച്ചത്. നോർവേയിലെ ടോൺഹൈമിൽ നിന്നുള്ള ട്രാപ്പിസ്റ്റ് സന്യാസിയും ബിഷപ്പുമായ എറിക് വാർഡനാണ് ഇത്തവണത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. മറിഞ്ഞിരിക്കുന്ന മഹത്വത്താൽ പ്രകാശിക്കുന്നു എന്ന പ്രമേയത്തെ ആസ്പദമാക്കി
വിശുദ്ധ ബർമാൻ ക്ലെവയുടെ ആത്മീയതയെ മുൻനിർത്തിയാണ് അദ്ദേഹം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നത്. ഫെബ്രുവരി 22 മുതൽ 27 വരെയാണ് ധ്യാനം നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ പൊതുകൂടിക്കാഴ്ചകൾ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി പൂർണ്ണമായും പ്രാർത്ഥനയിലും നിശബ്ദതയിലുമായിരിക്കും ചെലവഴിക്കുക. ആത്മീയ സ്വാതന്ത്ര്യം, സത്യത്തിന്റെ ശോഭ, ദൈവപരിപാലന, പ്രത്യാശയുടെ സന്ദേശം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയുള്ള 11 പ്രഭാഷണങ്ങളാണ് ബിഷപ്പ് എറിക് വാർഡൻ ഈ ദിവസങ്ങളിൽ വിചിന്തനത്തിനായി നൽകുന്നത്. സുപ്രധാന നിയമനവുമായി ലിയോ 14 പാപ്പ. ലിയോ 14 മാർപ്പാപ്പ അധ്യക്ഷനായ റോം രൂപതയുടെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ സഹായിക്കുന്നതിനായി 4 പുതിയ സഹായമെത്രാന്മാരെയാണ് നിയമിച്ചത്. നേരത്തെ റോമിലെ വിവിധ മേഖലകളിൽ എപ്പിസ്കോപ്പൽ വികാരിമാരായി സേവനമനുഷ്ഠിച്ചിരിക്കുന്ന വൈദികരെയാണ് പാപ്പ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഫാദർ സ്റ്റെഫാനോസ് പരനി 1956 റോമിൽ ജനിച്ച് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. 1991 വൈദികനായ അദ്ദേഹം കോൾവേയിൽ ഉൾപ്പെടെയുള്ള ഇടവകകളിൽ വികാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബിസെൻസോയുടെ ടിറ്റുലർ ബിഷപ്പായിട്ടാണ് നിയമനം. ഫാദർ അലസാൻഡ്രോ സെനോബി 1969 റോമിൽ ജനിച്ച് 1996 വൈദിക പട്ടം സ്വീകരിച്ചത്. സാൻ പോളികാർപ്പോ, സാന്താ ലൂസിയ എന്നിവിടങ്ങളിലെ സേവനത്തിനു ശേഷം 2025 മുതൽ റോം വെസ്റ്റ് സെക്ടറിന്റെ എപ്പിസ്കോപ്പൽ വികാരിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ബിക്കാരിയുടെ ടിറ്റുലർ ബിഷപ്പായാണ് ഇദ്ദേഹത്തെ നിയമിച്ചത്. ഫാദർ ആൻഡ്രിയ കാർലെവാലെ 1971 ജനിച്ച് 1998 തിരുപ്പട്ടം സ്വീകരിച്ചത്. സാന്താഗല്ല, സാന്റ ഐറേനിയ തുടങ്ങിയ വിവിധ ഇടവകളിൽ പ്രവർത്തിച്ച കാർലെവാലെ നിലവിൽ സാൻ ജിയോവാനി ബാറ്റിസ്റ്റ റീ റോസറിയ വികാരിയാണ്. അറ്റില്ലയുടെ ടിറ്റുലർ ബിഷപ്പായിട്ടാണ് നിയമനം. ഫാദർ മാർക്കോ വാലന്റി 1961 ഇദ്ദേഹം ജനിച്ചത്. ദൈവശാസ്ത്ര പഠനത്തിന് പുറമെ ലാസ്പിയൻ സർവകലാശാലയിൽ നിന്ന് കലാചരിത്രത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട്. 1986 വൈദികനായ അദ്ദേഹം അഭിഷിക്തനായത്. ആർപിയുടെ ടിറ്റുലർ ബിഷപ്പായാണ് ഇദ്ദേഹത്തിനെ നിയമിച്ചത്. റോമിലെ പ്രാദേശിക സഭയുടെ ഹൃദയമേട് പറയുന്ന ഇടവക വൈദികരെ തന്നെ സഹായമെത്രാന്മാരായി തിരഞ്ഞെടുക്കുന്നതിലൂടെ വിശ്വാസികളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ഭരണ സംവിധാനത്തിനാണ് ലിയോ 14 പാപ്പ മുൻഗണന നൽകുന്നത്. പുതിയ മെത്രാന്മാരുടെ അഭിഷേക ചടങ്ങുകൾ ഉടൻ തന്നെ റോമിലെ പ്രമുഖ ബസിലിക്കയിൽ വെച്ച് നടക്കും. യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ലിയോ 14 പാപ്പ. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അടിയന്തര വെടിനിർത്തലിനും സമാധാന ചർച്ചകൾക്കുമായി ആഹ്വാനം ചെയ്ത് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഞായറാഴ്ച നടന്ന ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. Cari fratelli e sorelle, sono passati ormai 4 anni dall'inizio della guerra contro l'Ucraina. Il mio cuore va ancora alla drammatica situazione che sta sotto gli occhi di tutti. Quante vittime, quante vite e famiglie spezzate, quanta distruzione, quante sofferenze indicibili. Davvero ogni guerra è una ferita inferta all'intera famiglia umana. Lascia dietro di sé morte, devastazione e una scia di dolore che segna generazioni. La pace non può essere rimandata, è un'esigenza urgente che deve trovare spazio nei cuori e tradursi in decisioni responsabili. Per questo rinnovo con forza il mio appello. Tacciano le armi, cessino i bombardamenti, si giunga senza indugio a un cessate il fuoco e si rafforzi il dialogo per aprire la strada alla pace. Invito tutti a unirsi nella preghiera per il martoriato popolo ucraino e per tutti coloro che soffrono a causa di questa guerra e di ogni conflitto nel mondo, perché possa risplendere sui nostri giorni il dono tanto atteso della pace.
Ed ora rivolgo il mio saluto a tutti voi, fedeli di Roma e pellegrini italiani e di vari paesi. ആയുധങ്ങൾ നിശബ്ദമാകട്ടെ, ബോംബാക്രമണങ്ങൾ അവസാനിക്കട്ടെ എന്ന് പാപ്പ വൈകാരികമായി അഭ്യർത്ഥിച്ചു. സമാധാനം എന്നത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണെന്നും അത് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയും ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങളായി മാറുകയും വേണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കുവാനും സമാധാനത്തിലേക്കുള്ള വഴി തുറക്കാൻ ചർച്ചകൾ ശക്തിപ്പെടുത്താനും പാപ്പ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു. യുദ്ധം വിതച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഓരോ യുദ്ധത്തിലൂടെയും കുടുംബത്തിന് ഏൽക്കുന്നത് ഉണങ്ങാത്ത മുറിവാണെന്ന് പാപ്പ പറഞ്ഞു. 4 വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകത്തിന് കൺമുന്നിൽ ദുരന്തം തുടരുകയാണ്. നിരവധി ഇരകൾ, തകർക്കപ്പെട്ട കുടുംബങ്ങൾ, വിവരിക്കാനാവാത്ത ദുരന്തങ്ങൾ. യുദ്ധം അവസാനിപ്പിക്കുന്നത് മരണവും നാശവും തലമുറകളെ വേട്ടയാടുന്ന വേദനയുമാണെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. നോമ്പുകാലത്തെക്കുറിച്ചുള്ള സന്ദേശവും പാപ്പ ഈ അവസരത്തിൽ നൽകി. നോമ്പുകാലം എന്നത് ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. ഫോണുകളും ടെലിവിഷനും റേഡിയോയും അല്പനേരം ഓഫ് ചെയ്ത് നിശബ്ദതയ്ക്ക് ഇടം നൽകുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തിലേക്ക് അടുക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. അതേസമയം യുദ്ധക്കെടുതി അനുഭവിക്കുന്ന യുക്രൈൻ ജനതയ്ക്കായി വത്തിക്കാൻ $1 ദശലക്ഷം മൂല്യമുള്ള അടിയന്തര സഹായം കൈമാറി. മരുന്നുകളും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള 1000-ലധികം ഇലക്ട്രോണിക് റേഡിയേറ്ററുകളുമാണ് പാപ്പയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉക്രൈനിലേക്ക് അയച്ചത്. യുക്രൈനിലെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പ ഏവരോടും അഭ്യർത്ഥിച്ചു. വിശ്വാസം കേവലം വാക്കുകളിലല്ല, സ്നേഹത്തിന്റെ പ്രവൃത്തികളാണെന്ന് ലിയോ 14 പാപ്പ. വിശ്വാസം എന്നത് വെറും പ്രസംഗമല്ല, അത് പ്രവൃത്തിയിലൂടെ കാണിക്കാനുള്ളതാണെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. റോമിലെ തിരുഹൃദയ ഇടവക സന്ദർശിച്ച് വിശ്വാസികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോം രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ രൂപതയിലെ വിശ്വാസികളുമായി സമയം ചെലവഴിക്കുന്നതിന്റെ ഭാഗമായാണ് പാപ്പ ഇടവകയിലെത്തിയത്. Qualche giorno fa, con il rito delle ceneri, abbiamo dato inizio al cammino quaresimale. La Quaresima è un tempo liturgico intenso che ci offre l'occasione di riscoprire la ricchezza del nostro battesimo, per vivere da creature pienamente rinnovate grazie all'incarnazione, alla morte e alla risurrezione di Gesù. La prima lettura e il Vangelo che abbiamo ascoltato, in dialogo tra loro, ci aiutano a riscoprire proprio il dono del battesimo come grazia che incontra la nostra libertà. Il racconto della Genesi ci riporta alla nostra condizione di creature, messe alla prova non tanto da un divieto, come spesso si crede, quanto da una possibilità, la possibilità di una relazione. L'essere umano è cioè libero di riconoscere e accogliere l'alterità del Creatore, il quale riconosce e accoglie l'alterità delle creature. Per impedire tale possibilità, il serpente insinua la presunzione di poter azzerare ogni differenza tra le creature e il Creatore, seducendo l'uomo e la donna con l'illusione di diventare come Dio. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നമ്മുടെ വിശ്വാസം കേവലം പള്ളിക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. പള്ളിക്ക് പുറത്തിറങ്ങുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യം തുടങ്ങുന്നത്. ദരിദ്രരെയും ഒറ്റപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുമ്പോൾ നാം യേശുവിന്റെ തിരുഹൃദയത്തോട് കൂടുതൽ അടുക്കുന്നുവെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ദിവ്യബലിക്ക് ശേഷം ഇടവകയിലെ കുട്ടികൾ, യുവാക്കൾ, രോഗികൾ എന്നിവരുമായി പാപ്പ ഏറെ സമയം സംസാരിച്ചു. സഭ എന്നത് ഒരു കെട്ടിടമല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ ഒന്നിക്കുന്ന ഒരു കുടുംബമാണെന്ന് പാപ്പ കുട്ടികളോട് പറഞ്ഞു. യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ജീവിതത്തിലെ വെല്ലുവിളികൾ പതറാതെ പ്രാർത്ഥനയിൽ ആശ്രയിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയ്ക്കും നൽകുന്ന സമയം കുറച്ച് നിശബ്ദതയിൽ ദൈവത്തെ കേൾക്കുവാൻ ശ്രമിക്കണമെന്ന് പാപ്പ ഇടവകാംഗങ്ങളെ ഉപദേശിച്ചു. ഓരോ ഇടവകയും കരുണയുടെയും പ്രത്യാശയുടെയും ഒരു തുരുത്തായിരിക്കണം. ആർക്കും അവിടെ പ്രവേശിക്കാൻ തടസ്സമുണ്ടാകരുത്. എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരിടമായി തിരുഹൃദയ ദേവാലയം മാറട്ടെ എന്ന് പാപ്പ ആശംസിച്ചു.
ലളിതമായ ചടങ്ങുകൾക്ക് ശേഷം ഇടവകയിലെ സന്നദ്ധ പ്രവർത്തകർ ഒരുക്കിയ ചെറിയ സംഗമത്തിലും പങ്കെടുത്ത ശേഷമാണ് പരിശുദ്ധ പിതാവ് വത്തിക്കാനിലേക്ക് മടങ്ങിയത്. റോമിലെ പ്രാദേശിക സഭയുമായുള്ള പാപ്പയുടെ അടുത്ത ബന്ധം വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനം. Satana li spinge a impossessarsi di qualcosa che, così dice, Dio vorrebbe negare loro per mantenerli sempre in uno stato di inferiorità. Questo affresco della Genesi è un capolavoro insuperato che rappresenta il dramma della libertà. Il Vangelo sembra rispondere all'antico dilemma: posso realizzare la mia vita in pienezza dicendo sì a Dio? Oppure, per essere libero e felice, devo liberarmi di Lui? La scena delle tentazioni di Cristo, in fondo, affronta questo drammatico interrogativo. Essa ci conduce a scoprire la vera umanità di Gesù, che, come insegna la Costituzione conciliare Gaudium et Spes, rivela l'uomo a se stesso. Nel mistero del Verbo incarnato trova vera luce il mistero dell'uomo. Infatti, vediamo il Figlio di Dio che, opponendosi alle insidie dell'antico avversario, ci mostra l'uomo nuovo, l'uomo libero, epifania della libertà che si realizza dicendo sì a Dio. Questa nuova umanità nasce dal fonte battesimale e allora, specialmente in questo tempo di Quaresima, siamo chiamati a riscoprire la grazia del battesimo come sorgente di vita che abita in noi e che in modo dinamico ci accompagna nel più assoluto rispetto della nostra libertà. സഹോദരങ്ങളെ കേൾക്കാൻ പഠിക്കണം. നോമ്പുകാല സന്ദേശവുമായി ലിയോ 14 പാപ്പ. നോമ്പുകാലം എന്നത് കേവലം ഉപവാസത്തിന്റെ കാലമല്ല, മറിച്ച് ദൈവത്തെയും നമ്മുടെ സഹോദരങ്ങളെയും ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ പഠിക്കേണ്ട സമയമാണെന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ പറഞ്ഞു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. Dopo aver digiunato per 40 giorni, sente il peso della sua umanità, a livello fisico la fame e a livello morale le tentazioni del diavolo. Prova la stessa fatica che tutti sperimentiamo nel nostro cammino e resistendo al demonio mostra a noi come vincerne gli inganni e le insidie. La liturgia, con questa parola di vita, ci invita a guardare alla Quaresima come a un itinerario luminoso in cui con la preghiera, il digiuno e l'elemosina possiamo rinnovare la nostra cooperazione con il Signore nel realizzare il capolavoro unico della nostra vita. Si tratta di permettere a Lui di rimuovere le macchie e di guarire le ferite che il peccato può aver prodotto in essa. ആധുനിക ലോകത്തെ അമിതമായ ബഹളങ്ങളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാൻ നാം ശീലിക്കണമെന്ന് പാപ്പ പറഞ്ഞു. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയകളും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. ഈ നോമ്പുകാലത്ത് അല്പനേരം നിശബ്ദരായിരിക്കാനും ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കുവാനും നമുക്ക് സാധിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തെ കേൾക്കുക എന്നതിനർത്ഥം നമ്മുടെ കൂടെയുള്ളവരുടെ, പ്രത്യേകിച്ച് വേദനിക്കുന്നവരുടെ സങ്കടങ്ങൾ കേൾക്കുക എന്നത് കൂടിയാണെന്ന് പാപ്പ വ്യക്തമാക്കി. തനിച്ചായി പോയ പ്രായമായവർ, രോഗികൾ, സഹായം ആവശ്യമുള്ളവർ എന്നിവർക്കായി സമയം കണ്ടെത്തണം. അവരോടുള്ള കരുണയും സ്നേഹവുമാണ് യഥാർത്ഥ നോമ്പാചരണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന യുക്രൈൻ, വിശുദ്ധനാട് എന്നിവിടങ്ങളിലെ ജനങ്ങളെ പാപ്പ തന്റെ പ്രാർത്ഥനയിൽ അനുസ്മരിച്ചു. ലോക സമാധാനത്തിനായി നോമ്പുകാലത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും സമാധാനത്തിന്റെ വക്താക്കളായി മാറണമെന്നും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്ന് ആവർത്തിച്ച പാപ്പ സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
e di impegnarci a farla fiorire in tutta la sua bellezza fino alla pienezza dell'amore, unica fonte della felicità vera. Certo, si tratta di un cammino esigente e il rischio è di scoraggiarci o di lasciarci affascinare da vie di appagamento meno faticose, come la ricchezza, la fama e il potere. Queste, che sono state anche le tentazioni di Gesù, sono però solo miseri surrogati della gioia per cui siamo fatti e alla fine ci lasciano inevitabilmente ed eternamente insoddisfatti, inquieti e vuoti. Per questo San Paolo VI insegnava che la penitenza, lungi dall'impoverire la nostra umanità, la arricchisce, purificandola e rafforzandola nel suo procedere verso un orizzonte che ha come termine l'amore e l'abbandono del Signore. ലിയോ 14 പാപ്പയുടെ 2026 പ്രധാന വിദേശ പര്യടനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ. അൾജീരിയ, ക്യാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനി, സ്പെയിൻ, മൊണാക്കോ എന്നീ രാജ്യങ്ങളിലേക്ക് അപ്പസ്തോലിക യാത്ര നടത്തുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ വർഷത്തെ അപ്പസ്തോലിക യാത്രകളിൽ ഏറ്റവും ആദ്യത്തേത് മൊണാക്കോ രാജ്യത്തേക്കുള്ള ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും. വലിയ ആഴ്ചയ്ക്ക് മുൻപായി മാർച്ച് 28 നടക്കുന്ന ഈ യാത്ര ലിയോ 14 പാപ്പയ്ക്ക് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം നൽകിയ ക്ഷണത്തിന് മറുപടിയായിട്ടാണ്. ക്രൈസ്തവ വിശ്വാസം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായുള്ള യൂറോപ്യൻ രാജ്യമാണ് മൊണാക്കോ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ രണ്ടാമതാണ് മൊണാക്കോ. 2026 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളിൽ ഏറ്റവും ദൈർഘ്യമേറിയത് അൾജീരിയ, ക്യാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനി എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള 10 ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്. ഏപ്രിൽ 13 മുതൽ 23 വരെ തീയതികളിലായിരിക്കും ഇത് നടക്കുക. അൾജീരിയയിലെ അൾജിരി, അന്നാബ എന്നിവിടങ്ങളിലും, ക്യാമറൂണിൽ യവാണ്ട, ബെമാണ്ട, ദുവാല എന്നിവിടങ്ങളിലും, അങ്കോളയിൽ ലുവാണ്ട, മുക്സിമോ, സൗരാബി എന്നിവിടങ്ങളിലും, ഇക്വറ്റോറിയൽ ഗിനിയിൽ മലാബ, മൊങ്കാമോ, ബാത്തെ എന്നിവിടങ്ങളിലാകും പരിശുദ്ധ പിതാവ് സന്ദർശിക്കും. 2026 മൂന്നാമത്തെ അപ്പസ്തോലിക യാത്ര സ്പെയിനിലേക്കാണ്. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി നടക്കുന്ന ഈ യാത്രയിൽ പാപ്പ ആദ്യമെത്തുക തലസ്ഥാനമായ മാഡ്രിഡിലായിരിക്കും. സ്പെയിനിലേക്കുള്ള യാത്രയുടെ ഭാഗമായി കാനറി ദ്വീപുകളും പരിശുദ്ധ പിതാവ് സന്ദർശിക്കും. കാനറി ദ്വീപുകൾ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശസ്തമാണ്. വർഷം തോറും ആയിരക്കണക്കിന് കപ്പലുകളിലാണ് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാർ ഇവിടേക്ക് എത്തുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.